ചില ഇന്റർനാഷണൽ ബ്രാൻഡ് കോപ്പീസ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഡു ഇറ്റ്, നൈക്കി. ഇറ്റ്സ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്, KFC. ഐ ആം ലവിംഗ് ഇറ്റ്, McDonald's. ഇനി കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളം കണി കണ്ടുവരുന്ന നന്മ, മിൽമ. വിശ്വാസം അതല്ലേ അല്ല, കല്യാൺ ജ്വല്ലേഴ്സ്. ഇനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തിയ ഒരു ക്യാമ്പയിൻ, ഒപ്പ് പഴയ ഒപ്പല്ല, ബൈ കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു കോണ്ടന്റ് വെച്ച് മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യു ഡോണ്ട് സെൽ യുവർ പ്രൊഡക്റ്റ്, യു ആർ സെല്ലിംഗ് ദ എക്സ്പീരിയൻസ്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെയല്ല അവിടെ വിൽക്കേണ്ടത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമറിന് കൊടുക്കുന്ന എക്സ്പീരിയൻസിനെയാണ് നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്, നെക്സ്റ്റ് ലെവൽ ആംഗിൾ തിങ്കിങ്. ഇങ്ങനെ വേണം നിങ്ങൾ ഓരോ ആഡ് കോപ്പിയും പ്രിപ്പയർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാർ ബ്രാൻഡ് ഉടമയാണെന്നുണ്ടെങ്കിൽ ദ കാർ ഇസ് സൈലന്റ് എന്ന് പറയുന്നതിന് പകരം അറ്റ് 60 km/h ദ ഓൺലി തിങ് യു വിൽ ഹിയർ ഇസ് ദ ക്ലോക്ക് ടിക്കിംഗ് എന്ന് വേണം നിങ്ങൾ പറയാൻ. നിങ്ങളുടെ കാർ ഫാസ്റ്റ് ആണെന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് പറയാം ഇറ്റ് സേവ്സ് യു 2 hours of time. ഇങ്ങനെ വേണം നിങ്ങൾ ഓരോ ബ്രാൻഡിനും വേണ്ടി ആഡ് കോപ്പി പ്രിപ്പയർ ചെയ്യാൻ. കണ്ടന്റ് പ്രിപ്പറേഷൻ, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ്, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് അറിയാൻ ഇന്ന് തന്നെ ഈ പേജ് ഫോളോ ചെയ്യും.